ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ്. യാത്രാ സൗകര്യമുള്ള, സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ഓരോ സത്യവിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന കടമ. വിശുദ്ധ മക്കയിലെ പരിശുദ്ധ കഅബാലയവും പരിസരവുമാണ് ഹജ്ജ് കർമ്മങ്ങളുടെ വേദി. കഅബ വിശ്വാസികളുടെ ഒരു വികാരമാണ്. ഓരോ വിശ്വാസിയും അവരുടെ നെഞ്ചിൽ സ്ഥാപിച്ച വിശുദ്ധ ഗേഹം. കഅബയൊന്ന് കാണാൻ, അതിലൊന്ന് തൊടാൻ, ഉമ്മ വെക്കാൻ, അതൊന്ന് തവാഫ് ചെയ്യാൻ, അവിടെയൊന്ന് നമസ്കരിക്കാൻ ഓരോ വിശ്വാസിയും അതിയായി ആഗ്രഹിക്കുന്നു. കോടിക്കണക്കിന് വിശ്വാസികളിൽ ഈ ആഗ്രഹം സഫലീകരിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നവരാണ് ഹജ്ജിനും ഉംറക്കുമായി അവിടെ എത്തുന്നത്. വലിയ സന്ദേശങ്ങളും പാഠങ്ങളും ഉള്ളതാണ് ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും. ആദ്യമായി ചെയ്യുന്ന ഇഹ്റാം. എല്ലാവരും അവരുടെ വസ്ത്രങ്ങളും ഉടയാടകളും ഒഴിവാക്കി കുളിച്ച് ശുദ്ധിയായി പ്രത്യേക വസ്ത്രം ധരിക്കുന്നു. എല്ലാവർക്കും ഒരേ വസ്ത്രം. പണക്കാരനും പാവപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ല. ഹജ്ജ് കർമ്മങ്ങളിലുടനീളം എല്ലാവർക്കും ഒരേ മന്ത്രം, ഒരേ ലക്ഷ്യം. പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുന്നവർ ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. തങ്ങളുടെ നാഥൻ ഒന്ന്, തങ്ങളൊന്ന്, ലക്ഷ്യമൊന്ന്, കേന്ദ്രം ഒന്ന് എന്നാണ് അവരുടെ പ്രഖ്യാപനം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ ജീവിതകഥയാണ് ഹജ്ജിൽ സ്മരിക്കപ്പെടുന്നത്. സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്തുമ്പോൾ മഹദി ഹാജറയുടെ ത്യാഗത്തിൻ്റെ കഥയാണ് ഓർമ്മ വരിക. ദാഹിച്ച് വിശന്ന് പിടയുന്ന തൻ്റെ പിഞ്ചു പൈതലിന് ഒരിറ്റ് ദാഹതീരിനായി ഒരു കുന്നിൽ നിന്ന് മറ്റൊന്നിലേക്കും തിരിച്ചും ഓടിയ ചരിത്രം. മിനയിലെത്തുന്ന ഹാജിമാർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പുത്രൻ ഇസ്മായിലിനെ ബലിയിറക്കാൻ ഒരുങ്ങിയ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രം സ്മരിക്കുന്നു. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സമ്മേളനം. മനുഷ്യർ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം. അവിടെ കണ്ണുനീര് കൊണ്ട് പാപങ്ങൾ കഴുകി മനുഷ്യർ നരകമോചനം സാധ്യമാക്കുന്നു. മനുഷ്യ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ലോകത്തിന് നൽകിയ, മനുഷ്യാവകാശത്തിൻ്റെയും മാനവ വിമോചനത്തിൻ്റെയും ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം നടന്ന മൈതാനമാണ് അറഫ മൈതാനം. അറഫയിൽ നിന്ന് തിരിച്ച് മുസ്ദലിഫയിലെത്തുന്ന ഹാജിമാർ ഒരു രാത്രി മുഴുവൻ തുറന്ന മൈതാനിയിൽ കഴിച്ചുകൂട്ടുന്നു. അറഫയിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെയും മനസ്സിലേക്ക് അവബോധമായി സ്വീകരിക്കുന്ന ഇടമാണ് മുസ്ദലിഫ. പിറ്റേ ദിവസം നടത്തുന്ന കല്ലേറും പ്രധാനമായ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. തൻ്റെ ജീവിതത്തിൽ പിശാചിന് സ്ഥാനം അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ച് പിശാചിൻ്റെയും അവൻ്റെ ദുർബോധനങ്ങളെയും ജീവിതത്തിൽ നിന്ന് എറിഞ്ഞോടിക്കുന്നതിൻ്റെ പ്രതീകാത്മക പ്രവൃത്തിയാണ് ജംറകളിലുള്ള കല്ലേറ്. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിമുടി ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന കർമ്മമാണ് ഹജ്ജ്. ഒരു മനുഷ്യൻ അവൻ്റെ മാതാവ് പ്രസവിച്ച ദിവസത്തിലേതെന്ന പോലെ പരിശുദ്ധനായി തിരിച്ചു വരുന്നു. ചരിത്രഭൂമിയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ദീനിൻ്റെ പ്രചാരകരും പ്രബോധകരും ദീനീ പ്രവർത്തകരുമായി തുടർ ജീവിതം നയിക്കാൻ അവർ ശ്രമിക്കുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച എല്ലാവർക്കും നാഥൻ തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ഹജ്ജ് കർമ്മങ്ങൾ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.